ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സയ്യിദുൽ ബശർ അതിൻ്റെ തുടർച്ചയാണ് ഇൻഷാ അല്ലാഹ്. സയ്യിദുൽ ബശറിന്റെ നേരത്തെ നമ്മൾ കണ്ടത് 61-ാമത്തെ വീഡിയോ ആണ്. ഇനി 62-ാമത്തെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇതിലെ ചർച്ചാ വിഷയം ഇസ്വാറുദ്ദാർ. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇസ്വാറുദ്ദാർ, വീട് ഉപരോധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്ന വീട് ഉപരോധിക്കുകയാണ് ശത്രുക്കൾ. ഒരുപാട് പ്രതിസന്ധികളുള്ള സംഭവങ്ങളാണ് കടന്നു പോകുന്നത്. പ്രതിസന്ധികൾ എന്ന് പറയുന്നത് വലിയ ഒരു ജീവിതത്തിലെ ഒരു സാധാരണമായി നടക്കാവുന്ന ഒന്ന് മാത്രമാണ് എന്നൊരു സന്ദേശവും കൂടി നബിതങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തമ്മത്ത് മുആമറത്തു ഖുറൈഷിൻ അല ജിത്തിമാഇഹിം ബി ബാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈല. രാത്രി ശത്രുക്കൾ നബിതങ്ങളുടെ വാതിൽക്കൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. തമ്മത്ത് മുആമറ, ഗൂഢാലോചന പൂർത്തിയായി. ഖുറൈഷിൻ, മുആമറത്തു ഖുറൈഷിൻ, ഖുറൈശികളുടെ ഗൂഢാലോചന. അല ജിത്തിമാഇഹിം, ഒരുമിച്ച് കൂടാൻ. ബി ബാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ വാതിൽക്കൽ. ബില്ലൈല, രാത്രിയിൽ. രാത്രി നബിതങ്ങളുടെ വാതിൽക്കൽ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. ഫാദിനല്ലാഹു തആല ലി റസൂലിഹി ബിൽ ഹിജ്റ. ആ സമയത്ത് മറുവശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഹിജ്റക്ക് അനുമതി കൊടുക്കുകയാണ്. ശത്രുക്കൾ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി നബിതങ്ങളെ വാതിൽക്കൽ ഇന്ന് രാത്രി ഒരുമിച്ച് കൂടണമെന്ന് തീരുമാനിക്കുകയാണ്. അള്ളാഹു മറുവശത്ത് നബിതങ്ങൾക്ക് സമ്മതം കൊടുക്കും. ബിൽ ഹിജ്റ, പലായനം ചെയ്യാൻ. ഫാസ്റ ഇല സാഹിബിഹി അബീ ബക്കർ റളിയല്ലാഹു അൻഹു ബിൽ ഹാജിറ. ഉച്ച, ആ വെയിലത്ത് തന്നെ, ഉച്ചക്കുള്ള നല്ല ചൂടാണ് ഹാജിറ. ആ സമയത്ത് തന്നെ നബിതങ്ങള് സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഫാസ്റ ഇല സാഹിബിഹി, പെട്ടെന്ന് തന്നെ സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. അസ്റ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്നു എന്നർത്ഥം. അബീ ബക്കർ റളിയല്ലാഹു അൻഹു ബിൽ ഹാജിറ, ഉച്ച സമയത്ത്, ഉച്ച വെയിലിൽ തന്നെ. വമാക്കാന യഅതീഹി ഇല്ല ബുക്റത്തൻ ഔ അശിയത്തൻ. സാധാരണ നബിതങ്ങൾ സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ രാവിലെയോ വൈകിട്ടൊക്കെ ഒരു വെയില് അടങ്ങിയിട്ട്, ചൂടടങ്ങിയിട്ടാണ് പോവുക. വമാക്കാന യഅതീഹി, നബിതങ്ങൾ സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലാറില്ല. ഇല്ല ബുക്റത്തൻ ഔ അശിയത്തൻ, രാവിലെയോ വൈകിട്ടോ അല്ലാതെ. ഫലമ്മ റആഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അങ്ങനെ നബിതങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, യഖ്ദുമു ഇല ബൈതിഹി, സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതായിട്ട് കണ്ടപ്പോ, ഖാല, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദിഹി സാഅ ഫീ ഹാദിഹി സാഅതി ഇല്ലാ ലി അംദിൻ ഹദസ്. ഈ സമയത്ത് നബിതങ്ങൾ എന്തോ ഒരു വിശേഷം ഉണ്ടായിട്ട് വരികയാണ്, അല്ലാതെ വരൂലല്ലോ, അല്ലാതെ ഈ സമയത്ത് നബിതങ്ങൾ വരാറില്ലല്ലോ എന്ന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മാജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ വന്നിട്ടില്ല. ഫീ ഹാദിഹി സാഅതി, ഈ സമയം. ഇല്ലാലി അംദിൻ ഹദസ, പുതുതായി ഉണ്ടായ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയല്ലാതെ. അഥവാ വഹയി ഉണ്ടായിട്ടുണ്ട്, പുതിയ എന്തോ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങൾ എന്താ പറയുന്നത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അദീന ലീ ഫിൽ ഖുറൂജി വൽ ഹിജ്റതി. അള്ളാഹു എനിക്ക് ഹിജ്റ പോകാനും ഇവിടെ നിന്ന് പുറപ്പെടാനും സമ്മതം തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ഖദ് അദീന, അള്ളാഹു സമ്മതം തന്നിരിക്കുന്നു. ലീ, എനിക്ക്. ഫിൽ ഖുറൂജ്, പുറത്തു പോകാൻ. വൽ ഹിജ്റത്തി, പലായനം ചെയ്യാൻ. ഫസഅലഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പൊ നബിതങ്ങളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്സുഹ്ബത്ത, കൂടെ സഹവസിക്കാൻ സമ്മതം ചോദിച്ചു. ഫി ഹിജ്റത്തി, ഹിജ്റയിൽ കൂടെ കൂടാൻ സമ്മതം ചോദിച്ചു. ഫഅദിന ലഹു ഫി സുഹ്ബത്തി, ആ സമയത്ത് സഹവസിക്കാൻ സമ്മതം കൊടുത്തു. ഫജഅല അബൂബക്കർ യബ്കി ഫർഹൻ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞാൻ തുടങ്ങി. ഫജഅല യബ്കി, കരയാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഫർഹൻ, സന്തോഷം കൊണ്ട് കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങി. വകാന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ് തജഹസ മുഹാജിറൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ് തജഹസ, ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. മുഹാജിറൻ, ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതായിരുന്നു. വഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, അലാ റിസ്ലിക്, നിക്ക്. ഫഇന്നി അർജു അൻ യുഅ്ദന ലി, അല്ലാഹു സമ്മതം തരുന്നത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഫസ്തറ അബൂബക്കറിൻ, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു. റാഹിലത്തൈൻ, രണ്ട് വാഹനം വാങ്ങിച്ചു. ബിസമാനി മിഅത്തി ദിർഹമിൻ, 800 ദിർഹമിന്റെ രണ്ട് വാഹനം, മുന്തിയ നല്ല വാഹനം.
വഅഅദ്ദഹുമാ ലിൽ ഹിജ്റത്തി, ഹിജ്റ പോകാൻ വേണ്ടി അത് രണ്ടിനെയും ഒരുക്കി വെച്ചു, തയ്യാറാക്കി. രണ്ടും ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറാക്കി. വാഹിദത്തൻ ലി നഫ്സിഹി, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, വവാഹിദത്തൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക്. ഫലമ്മാ അദിനല്ലാഹു തആല ലി റസൂലിഹി ബിൽ ഹിജ്റ, അങ്ങനെ അള്ളാഹു ഹിജ്റക്ക് നബിതങ്ങൾക്ക് സമ്മതം നൽകിയപ്പോ വഅദിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി സ്വഹബിഹി ബിസ്സുഹ്ബത്തി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബിതങ്ങൾ കൂടെ വരാൻ സമ്മതം കൊടുത്തു. ഇസ്തഅ്ജറ അബ്ദുല്ലാഹ് ബിൻ ഉറൈഖിത്ത്, അബ്ദുല്ലാഹുബിൻ അർഖദ് അല്ലെങ്കിൽ അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത്, ഇങ്ങനെ പറയാം, ദുഅലി. ഈ അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത് ദുഅലി എന്ന ആളെ ഇവർ രണ്ടുപേരും കൂടെ കൂലിക്ക് വിളിച്ചു. ലിയദുല്ലഹുമാ അല ത്വരീഖ്, വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂലിക്ക് വിളിച്ചു. ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷെ കൂലിക്ക് വിളിച്ചു. ഫദഫഅ ഇലൈഹി റാഹിലതഹുമാ റാഹിലതൈഹിമാ, രണ്ടുപേരുടെയും വാഹനം ഇയാളെ ഏൽപ്പിച്ചു. വഅദാഹു ബിഗാരി സൗർ, സൗർ ഗുഹയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ധാരണയായി. ബഅദ സലാസി ലൈലി, 3 രാത്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സൗർ ഗുഹയുടെ അടുത്ത് വരാൻ പറഞ്ഞു. വജഹസഹുമാ ആലു അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബം, വീട്ടുകാരെ ഒരുക്കി അയച്ചു. അഹത്തൽ ജിഹാസി, നല്ല അഹദൽ ജഹാസ്, നല്ല എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കി അയച്ചു. ഫി ജിറാബിൻ, ഒരു പാത്രത്തിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. അതായത് ഒരാടിനെ വേവിച്ച് തയ്യാറാക്കി കൊടുത്തു. ഫഖതഅത് അസ്മാഉ ബിൻതി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു ഖിത്അതൻ മിൻ നിതാഖിഹ, ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ അരയിൽ കടിച്ചിരുന്ന ആ ഒരു പട്ട അത് കീറി. ഫഔഖത്ത് ബിഹിൽ ജിറാബ, എന്നിട്ട് അതിന്റെ ഒരു പീസ് കൊണ്ട് അരയിൽ കെട്ടി, ഒരു പീസ് കൊണ്ട് ഈ പാത്രം കെട്ടി. ഫബിദാലിക സുമ്മിയത്ത് ദാത്തൻ നിതാഖൈൻ, ഇങ്ങനെയാണ് അസ്മാ റളിയല്ലാഹു അൻഹയെ ദാത്തുൻ നിതാഖൈൻ എന്ന് വിളിക്കപ്പെട്ടത്. ഈ സംഭവമാണ് അതിന്റെ പശ്ചാത്തലം. ഫലമ്മാക്കാനത്തെ അത്തമത്തും മിനൽ ലൈൽ, രാത്രി ഇരുട്ടായപ്പോ ഇജ്തമഅതു മിഅതു റിജാലിൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിലെ 100 പേര് ഒരുമിച്ച് കൂടി. അലാ ബാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ വാതിൽക്കൽ. യർസുദൂന ഖുറൂജഹു, നബിതങ്ങൾ പുറത്തിറങ്ങുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വയന്തളിറൂനൽ ഫജ്റ, സുബ്ഹിക്ക് നബിതങ്ങൾ പുറത്തിറങ്ങുമല്ലോ, അതിന് കാത്തു നിൽക്കുകയാണ്. എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ലിയഖ്തുലൂഹു ജിഹാറൻ, പരസ്യമായി കൊല്ലാൻ. ഖത്ലത്ത് റജുലിൻ വാഹിദിൻ, ഒരാള് കൊല്ലുന്നത് പോലെ എല്ലാരും കൂടി കൊല്ലും, ഒറ്റക്കൊല. ഹത്താ യുഷാഹിദഹ ബനു ഹാഷിം, ബനു ഹാഷിം ഇത് കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബനു ഹാഷിമിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കണം. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. വകാന ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഖദ് നഹാഹു അയ്യബീത അല ഫിറാശിഹി അല്ലൈല, ഈ രാത്രിയിൽ നബിതങ്ങളോട് തങ്ങളെ വിരിപ്പിൽ കിടക്കരുത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകം വിലക്കിയിട്ടുണ്ടായിരുന്നു. വഖാല ജിബ്രീലു ഖദ് നഹാഹു, നഹാ വിലക്കിയിട്ടുണ്ടായിരുന്നു. അയ്യബീത കിടക്കുന്നത്, അല ഫിറാശിഹി അല്ലൈലത്ത, ആ രാത്രിയിൽ തന്റെ വിരിപ്പിൽ കിടക്കുന്നത് വിലക്കിയിട്ടുണ്ടായിരുന്നു. ഫാമറ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിൻ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് നബിതങ്ങൾ പറഞ്ഞു, അയ്യനാമ അല ഫിറാശിഹി, നബിതങ്ങളെ വിരിപ്പ് കിടക്കാൻ പറഞ്ഞു. മുത്തസജ്ജിയൻ ബി ബുർദത്തിഹി, നബിതങ്ങളെ പുതപ്പ് പുതച്ച് കിടക്കാൻ പറഞ്ഞു. വഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, ലൻ യഖ്ലിസ ഇലൈക ശൈഉൻ തക്റഹുഹു, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാകൂല, അവർക്ക് നിങ്ങളെ കൊല്ലാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. സുമ്മ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പുറത്തിറങ്ങി. വാഖദ ഹഫനത്തം മിൻ തുറാബിൻ, ഒരു പിടി മണ്ണെടുത്തു. ഫതലാ ഖൗലഹു തആല യാസീൻ വൽ ഖുർആനിൽ ഹകീം, അങ്ങനെ ഇലാ ഖൗലിഹി ഫഅഗ്സൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, ആ ആയത്ത് വരെ ഓതി. എന്നിട്ട് ഫഅഖദല്ലാഹു തആല അലാ അബ്സ്വാരിഹിം, എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കണ്ണുകളെയൊക്കെ അള്ളാഹു പിടികൂടി. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതുറു തുറാബ, നബിതങ്ങൾ ഈ മണ്ണ് കുടയാൻ തുടങ്ങി. അലാ റൂസിഹിം, എല്ലാവരുടെ തലയിലും. വഹും ലാ യശുറൂൻ, അവരാരും ഒന്നും അറിയുന്നില്ല. സുമ്മ ലഹിഖ ബി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നു. ഫൻതലഖ ഇലാ ഗാരി സൗരിൻ, രണ്ടുപേരും കൂടെ സൗർ ഗുഹയിലേക്ക് വന്നു. ഫഖ്തഫയ ഫീഹി സലാസത അയ്യാമിൻ, 3 ദിവസം അവിടെ അവർ രണ്ടുപേരും മറഞ്ഞിരുന്നു.
ഇതാണ് ഈ സംഭവത്തിലെ ഈ ഒരു ഓ, അധ്യായത്തിലെ വീടുപരോധത്തിലെ പ്രധാന ഭാഗങ്ങൾ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്വേഗപൂർണമായിട്ടുള്ള നിമിഷങ്ങൾ. ആ നിമിഷങ്ങളെ നിബിധങ്ങൾ വളരെയേറെ സമചിത്തതയോടുകൂടെ നേരിടുന്ന അത്യത്ഭുതകരമായ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്ന പാഠം, ജീവിതം ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടാകും. ആ ത്യാഗങ്ങളിൽ നിന്നെല്ലാം ഒരു ആ നേരിടേണ്ടതും ത്യാഗങ്ങളിൽ നിന്ന് മറികടക്കേണ്ടത് എപ്പോഴും നല്ല ആത്മവിശ്വാസത്തോടെയും അതിലേറെ സൂക്ഷ്മതയോടെയും, എന്നാൽ എല്ലായ്പ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ധൈര്യത്തോടെ ഉറച്ചു മുന്നോട്ട് പോകണമെന്നും പഠിപ്പിച്ചു തരുന്ന നല്ലൊരു ചിത്രം കൂടിയാണ്, നല്ലൊരു കഥ കൂടിയാണ്, നല്ലൊരു അനുഭവം കൂടിയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം സഹിക്കുന്നത് തനിക്ക് എല്ലാ പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഒരു ശരി പ്രചരിപ്പിക്കാൻ വേണ്ടി, ഒരു സത്യം ജനസമൂഹത്തിനിടയിൽ എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശമാണെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ ധർമ്മത്തെ, നീതിയെ, ന്യായ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനുള്ള നബിതങ്ങളുടെ സന്നദ്ധതയാണ് ഈ വരികളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലെ നയരൂപീകരണങ്ങളിൽ അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.